ഇപ്പോൾ നടക്കുന്ന പശ്ചിമേഷ്യൻ യുദ്ധം, ഇറാനുമായിട്ടുള്ള യുദ്ധത്തിൽ ട്രംപ് ചെന്ന് തലവെച്ച് കൊടുത്തതാണോ എന്ന് സംശയം ഉളവാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ നടക്കുന്ന പല നീക്കങ്ങളും. യുദ്ധത്തിന് ഫെബ്രുവരി 28 യുദ്ധം തുടങ്ങി 2-3 ദിവസത്തിനുള്ളിൽ തന്നെ ഡൊണാൾഡ് ട്രംപിൻ്റെ മുഖം കാണുമ്പോൾ വളരെയധികം ഒരു മ്ലാനത, അതല്ലെങ്കിൽ അത്രയും ശുഭകരമല്ലാത്തൊരു മുഖഭാവമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇതിലുണ്ടായിരുന്നത്. പലപ്പോഴും യുദ്ധത്തിൽ എന്തൊക്കെ കോട്ടങ്ങളുണ്ടായാലും അത് പുറമേ വന്ന് പറയുക സാധാരണയല്ല. അതിപ്പോൾ രണ്ട് പക്ഷത്താണെങ്കിൽ, എതിർപക്ഷത്തും അങ്ങനെ തന്നെ, ഇറാനിയൻ പക്ഷമാണെങ്കിലും അമേരിക്കൻ പക്ഷമാണെങ്കിലും എത്രമാത്രം നാശനഷ്ടമുണ്ടായി. അതല്ലെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ട്രംപ് നിഷേധിച്ചൊരു കാര്യമാണ് 175ഓളം കുട്ടികളെ, അത് ഇറാനിയൻ നേവി അവിടെ ഉണ്ട്, മിലിറ്ററി അവിടെ ഉണ്ടെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിക്കപ്പെട്ടാണ് ആ ആക്രമണം നടന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷേ അമേരിക്ക തന്നെയാണ് ഒരു ടോമഹോക്ക് മിസൈലാണ് അവിടെ ഇട്ടിരിക്കുന്നതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ട്രംപ് അത് നിഷേധിക്കുന്നുണ്ടെങ്കിലും ഒരു യുദ്ധത്തിൽ ചെന്ന് തലവെക്കുന്നത് ചിലപ്പോൾ വേണമെങ്കിൽ വളരെയധികം ഏറെ ചിന്തിച്ചിട്ട് വേണം. അത് ഒരുപക്ഷെ ട്രംപിന് പൂട്ടിനിൽ നിന്ന് പഠിക്കണമായിരുന്നു. പൂട്ടിൻ യുക്രൈനിൽ നിന്ന് തലവെച്ച് കൊടുത്തപ്പോൾ പൂട്ടിൻ പറഞ്ഞത് വളരെ പെട്ടെന്ന് തീരും. ഒട്ടനവധി നാശനഷ്ടങ്ങൾ ഇരുഭാഗത്തുണ്ടെങ്കിലും പൂട്ടിന് തലയൂരാൻ പറ്റാത്ത രീതിയിൽ 5 കൊല്ലമായ ആ യുദ്ധം. പൂട്ടിൻ പറഞ്ഞത് 1 മാസത്തിൽ അവിടെ യുക്രൈനെ പിടിച്ചെടുത്ത് വരുമെന്ന് പറഞ്ഞതാണ്. പക്ഷേ ഊരാക്കുടുക്ക് കെണികൾ വെച്ചേക്കാണ്. കെണികൾ വെച്ച് യുക്രൈനും ഒപ്പം യൂറോപ്യൻ യൂണിയനും നാറ്റോയും കൂടി പൂട്ടിനെ കൊണ്ട് ചാടിച്ചു. ഇനി പൂട്ടിന് അതിൽ നിന്ന് തല ഊരണമെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു ഒത്തുതീർപ്പിലേക്ക് എത്തി വലിയാനാ പറ്റുള്ളൂ. അതേ സ്ഥിതിയിലേക്ക് ട്രംപ് വരുമോ? ഇത് ട്രംപിന് വേണമെങ്കിൽ ജോർജ് ബുഷിൽ നിന്ന് പഠിക്കായിരുന്നു. ഇറാഖിൽ കൊണ്ട് തല വെച്ച് കൊടുത്തിട്ട് ഒരു വിമാനവാഹിനി കപ്പലിൻ്റെ മുകളിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം പറഞ്ഞു മിഷൻ അക്കംപ്ലിഷ്ഡ്. എന്നാൽ യുദ്ധം തീർന്നിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ഓരോ ആഴ്ചയിലും 80-90 അമേരിക്കൻ പട്ടാളക്കാരാണ് ഇറാഖിൽ മരിച്ചിരുന്നത്. അന്ന് കുടുക്കിയത് ഇറാനാണ്. അന്ന് IED, ഇംപ്രോവൈസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസ് വെച്ചിട്ട് ബുഷിനെ കൊണ്ട് അതിൽ ചാടിച്ചത് ഇറാനാണ്. ഇറാഖിൽ അന്ന് യുദ്ധം ചെയ്തത് ഇറാനാണ്. അതുപോലെ തന്നെ അതേ സ്ഥിതിയിലാണ് ഇറാനല്ല ശക്തി കേന്ദ്രം, റഷ്യയും ചൈനയാണ്. അത് ട്രംപ് ആലോചിച്ചില്ല എന്ന് വേണം നമുക്ക് ഇതുവരെയുള്ള കാര്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാനായിട്ട്. ചൈനയുടെ വലിയ സാറ്റലൈറ്റ്, ഒരു വെള്ള നിറത്തിലുള്ള ഒരു എല്ലാ കമ്മ്യൂണിക്കേഷനും, അവരുടെ ഹൈടെക് ഒരു കപ്പൽ അവിടെ നങ്കൂരിട്ടേക്കാണ് ഒമാൻ തീരത്ത്. സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസിൻ്റെ ഒമാൻ ഇതിൽ നങ്കൂരിട്ടിട്ട് ഇറാൻ എല്ലാ വിവരങ്ങളും കൊടുക്കണം. അവിടെ കൊണ്ട് ബോംബിടും, ഇവിടെ കൊണ്ട് മിസൈലിടും, അവിടെ ഡ്രോൺ വിടും എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. ഇറാൻ അതിനുള്ള ശേഷിയില്ല. എന്നാൽ ചൈന വ്യക്തമായിട്ട്, ഒരുപക്ഷെ പൂട്ടിൻ ട്രംപിനോട് വ്യക്തിപരമായ ബന്ധത്തിൻ്റെ പേരിൽ ഒരു ദാക്ഷിണ്യം കാണിച്ചാലും ചൈനയ്ക്കറിയാം അടുത്തത് തായ്വാൻ്റെ വിഷയത്തിൽ ചൈനയ്ക്കായിരിക്കും പണി കിട്ടുക എന്നുള്ളത്. തന്നെയല്ല, അമേരിക്കയുടെ മുന്നേറ്റം വെനിസ്വലയിൽ കഴിഞ്ഞു, ക്യൂബയിൽ അവിടെ നിന്നും ഇറാനും കൂടിയും ജയിക്കുന്നൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ ട്രംപ് ഒരുപക്ഷെ പിടികിട്ടാത്ത രീതിയിലേക്ക് പോയി എവിടെ വരെ എത്തിക്കുമെന്നുള്ളതിനെക്കുറിച്ച് ചൈന ചിന്തിക്കണം. കാരണം ഇന്ന് സാമ്പത്തികമായിട്ടും സൈനികമായിട്ടും അമേരിക്കയ്ക്ക് ശേഷം രണ്ടാമത് നിൽക്കുന്ന ശക്തിയാണ് ചൈന. ആ 1ാം സ്ഥാനത്തേക്കുള്ള മുന്നേറ്റം ചൈന നോക്കുമെന്നുള്ളത് സ്വാഭാവികമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ട്രംപ് ചെന്ന് ഈ യുദ്ധത്തിലേക്ക് തല വെച്ച് കൊടുത്തുവോ? തല ഊരാൻ എളുപ്പമല്ല. ട്രംപ് പറയുന്നത് 4 ആഴ്ചയിൽ തീർക്കാം, 5 ആഴ്ചയിൽ തീർക്കാം എന്ന് പറഞ്ഞാലും അവിടെ നിന്ന് ഊരിങ്ങനെ പോരാൻ പറ്റില്ല. അല്ലെങ്കിൽ തോറ്റു എന്ന് പറയേണ്ടി വരും. തോറ്റ് പോരുക, അതല്ലെങ്കിൽ 1 മാസം കൊണ്ടൊന്നും ഒരു യുദ്ധം തീരാൻ പോകുന്നില്ല. ഇത് നീണ്ടു പോകുമെന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. കാരണം ഇറാൻ എന്ന ശക്തിയുടെ പുറത്തല്ല. അവിടെ ഉള്ള കാര്യം നടപ്പിലാക്കണമെങ്കിൽ ഇസ്രായേലിന് അവിടെ ബൂട്ട്സ് ഓൺ ഗ്രൗണ്ട്, അവിടെ ചെന്ന് അവിടെ മിസൈൽ സിറ്റികളുണ്ട്. ഇപ്പം മുകളിൽ നിന്നും ബോംബിട്ട് അതിൻ്റെ കവാടങ്ങൾ, ഈ മിസൈൽ സിറ്റികൾ അണ്ടർഗ്രൗണ്ട് ഭൂഗർഭത്തിൽ ലക്ഷക്കണക്കിന് മിസൈലുകളാണ്. ബാലിസ്റ്റിക് മിസൈലും ഏകദേശം 10 തരം പല ദൂരപരിധിയുള്ള മിസൈലുകൾ ഇറാൻ്റെ കയ്യിലുണ്ട്. ഇതൊക്കെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ ബോംബ് ചെയ്ത് നശിപ്പിക്കും. ഭൂഗർഭത്തിൽ കൊണ്ടിട്ടിരിക്കുകയാണ് കോടികൾ ചിലവാക്കിയിട്ട്. അത് അവർക്കറിയാം, ഇത് ഉണ്ടാക്കുമ്പോൾ തന്നെ അറിയാം ബോംബിട്ട് മുകളിൽ നിന്ന് ബോംബിട്ട് ഇത് പോകുന്നത്. അതുകൊണ്ട് നല്ല കനത്തിലായിരിക്കും അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പം അവിടെ ആൾ ചെല്ലാതെ, സൈനികൻ ചെല്ലാതെ, ഓപ്പറേഷൻ നടത്താതെ ഈ സാധനം ഇത് ചെയ്യാൻ പറ്റില്ല. തന്നെയല്ല, 460 സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇവരുടെ പക്കലുണ്ട്, ഇറാൻ്റെ പക്കലുണ്ട്. ഈ 460 കിലോഗ്രാം യുറേനിയവും പിടിച്ചെടുക്കേണ്ടതും കൂടിയും അത്യാവശ്യമാണ്. അതിപ്പം മണ്ണിൻ്റെ അടിയിൽ മൂടിക്കിടക്കായിരിക്കും. പക്ഷേ ഇപ്പം അമേരിക്ക അല്ലെങ്കിൽ ഇസ്രായേൽ പട്ടാളക്കാരോ അവിടെ ചെന്നില്ല എങ്കിൽ
ഈ സാധനം ഇറാൻ വീണ്ടും വികസിപ്പിച്ചുകൊണ്ടിരും. അവരുടെ മിസൈലുകൾക്ക് ഒന്നും പറ്റിയിട്ടില്ല. ഈ മിസൈലുകളും ഡ്രോണുകളും വീണ്ടും വിടണമെങ്കിൽ ഒരു കവാടം ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും പുറമെ കൊണ്ടുവന്നിട്ട് അതേ സ്ഥിതിയിൽ ഇറാന് പുറത്തു വരാം. പക്ഷേ മിഷൻ തീർക്കണമെങ്കിൽ, യുദ്ധം അവസാനിപ്പിച്ച് ജയിച്ചു എന്ന് പറയണമെങ്കിൽ അവർ ഒരു കാര്യം ശരിയാണ്, 40ഓളം മിലിറ്ററി തലപ്പത്തുള്ളവരും കമേനി തൊട്ട് താഴെയുള്ളവരൊക്കെ കൊല്ലാൻ സാധിച്ചു. പക്ഷേ യുദ്ധം അവസാനിപ്പിക്കാൻ പറ്റില്ല. ഈ ചൈന അവിടെ നിന്ന് എല്ലാം സഹായിച്ചു കൊടുക്കാണ് ഇറാന്. ഇന്ന സ്ഥലത്ത് പോകുമ്പോൾ ബഹ്റിനെ നശിപ്പിച്ചില്ലാണ്ടാക്കി, കുവൈറ്റ് UAEക്ക് അടി കൊടുക്കണു, സൗദി അറേബ്യയിൽ. ഇനി ഇവർക്കുള്ള ഒരു ലക്ഷ്യം ഇവരെല്ലാവരും കൂടി വരണം. അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഇതായിട്ട് സൗദി അറേബ്യ അവരിറങ്ങുന്നതാണ് പറയുന്നത്. സൗദി അറേബ്യ, UAE, കുവൈറ്റ്, ബഹ്റിൻ അവരൊക്കെ അവരുടെ അസറ്റ്സ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് വിമാനവാഹനങ്ങളും ഏറ്റവും മെയിനായിട്ടുള്ളത് ബൂട്ട്സ് ഓൺ ഗ്രൗണ്ട്. അവിടെ ചെല്ലണം. ഈ ഭൂഗർഭ അറകളിൽ ചെന്ന് അതിനെ നശിപ്പിച്ചില്ല എങ്കിൽ വീണ്ടും ഇറാൻ നാളെ വേറൊരു പുതിയൊരു നേതാവ് വന്നു കഴിഞ്ഞു. ആ നേതാവിൻ്റെ നേതൃത്വത്തിൽ വരും. ചൈനയുടെ ഉറ്റ സുഹൃത്താണ്. കാരണം ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇറാനോടുള്ള പ്രേമം കൊണ്ടല്ല അവരിത് ചെയ്യുന്നത്, അമേരിക്കയെ തളർത്താൻ പറ്റുന്ന ഒരു അവസരമാണ്. തന്നെയല്ല, ട്രംപ് പ്രതീക്ഷിക്കാത്തൊരു കെണിയിലാണ് ഒരു പക്ഷേ ഇസ്രായേലായിരിക്കും കൊണ്ട് ചാടി കൈവച്ചു. ഇനിയും പുടിനെ സംബന്ധിച്ചിടത്തോളം പുലിയുടെ വാലുമ പിടിക്കുക എന്ന് കേട്ടിട്ടുണ്ടോ? ട്രംപ് പിടിച്ച് നിൽക്കണം, ഇത് വിട്ടാൽ തിരിഞ്ഞിങ്ങോട്ട് കടിക്കും ട്രംപിനെ. ആ സ്ഥിതിയിലാണ് ഇന്ന് ട്രംപ് ഉള്ളത്. അത് വാസ്തവമാണ്. എത്രയൊക്കെ പുറമേ വന്നിട്ട് ഇതിപ്പോൾ തീർക്കും 4 ആഴ്ച 3 ആഴ്ച പീറ്റ് ഹെക്സത്ത്, ഇവിടുത്തെ ഡിഫൻസ് സെക്രട്ടറി, പ്രതിരോധ മന്ത്രിയും പറയുന്നുണ്ട് ഇപ്പോൾ അവസാനിപ്പിച്ചു തരാം എന്നൊക്കെ പറയുന്നത്. ബുഷ് അങ്ങനെ പറഞ്ഞിരുന്നേ, അന്ന് ജോർജ് ബുഷ്. പുടിൻ അങ്ങനെയാണ് പറഞ്ഞിരുന്നേ, യുദ്ധം തുടങ്ങാൻ എളുപ്പമാണ്, അവിടെ നിന്ന് തലയൂരാൻ എളുപ്പമുള്ള കേസല്ല എന്നുള്ളതാണ് ട്രംപ് പഠിക്കുന്നത്. തന്നെയല്ല, ഒട്ടനവധി ട്രംപിൻ്റെ ശത്രുക്കൾ ഇവിടെയും ഈ ആഭ്യന്തര പ്രശ്നങ്ങൾ, അമേരിക്കയ്ക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങളിലും ഒട്ടനവധി ആവലാതികളുള്ള പ്രശ്നങ്ങൾ. ഇപ്പം ക്രിസ്റ്റി നോം DHS സെക്രട്ടറി രാജിവെക്കേണ്ടി വന്നു, പിരിച്ചുവിട്ടു ട്രംപ്. കാരണം അവരാണ് ഈ ഇമിഗ്രേഷൻ ഉള്ള അതായത് ക്രിമിനലുകളെ അമേരിക്കയിൽ നിന്നും പുറത്താക്കാം. ഒരു ആവശ്യമില്ലാത്ത സ്വന്തം ജീവിതത്തിന് വേണ്ടി വന്നവരൊക്കെ കയറ്റിവിടുക. അവർക്കൊക്കെ ഒരു ആശ്വാസം കിട്ടുന്ന രീതിയിലാണ് ഈ യുദ്ധം മുന്നോട്ട് പോയ ട്രംപിന് വേറെ എങ്ങോട്ടും തിരിഞ്ഞു നോക്കാനായിട്ടുള്ള സമയം കിട്ടില്ല. അടുത്ത 3 കൊല്ലം ട്രംപാണ് ഭരിക്കാൻ പോകുന്നത്. ട്രംപിന് തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ടിരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ട്രംപിന് ഒരു പക്ഷേ ഇതിൽ നിന്ന് തല ഊരാൻ പറ്റാത്ത സ്ഥിതിയിലായിരിക്കും. ഒപ്പം ചൈന നിന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ചൈന അവിടെ നങ്കൂരിട്ടിട്ട് ചൈന മിസൈൽ ഘനദ്രാവകം, അതായത് മിസൈൽക്കുള്ള സാധനങ്ങളൊക്കെ ബാക്കപ്പായിട്ട് കപ്പലുകൾ കടത്തിവിടുന്നു. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് സ്ട്രേറ്റ് ഓഫ് ഹോർമസിൽ കൂടെ ചൈനയുടെ കപ്പലുകൾ മാത്രം കടത്തിവിടാമെന്നാണ് ഇറാൻ സമ്മതിച്ചിരുന്നത്. അവിടെ മൈനുകളും സ്പീഡ് ബോട്ടുകളും വെച്ചിട്ട് ബോംബ് ചെയ്തും, അതുകൊണ്ട് മറ്റ് കപ്പലുകളൊന്നും കടന്നു പോകുന്നില്ല ഭയം മൂലം. അപ്പം ട്രംപ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ചൈനയുടെ കപ്പലുകൾ മുക്കും, അത് അമേരിക്കയോ അല്ലെങ്കിൽ ഇസ്രായേലും മുക്കുന്നതാണ് പറയുന്നത്. കാരണം ഒരാൾക്ക് കൊടുക്കുന്നില്ലെങ്കിൽ ആർക്കും കൊടുക്കണ്ട, ഒരാൾക്ക് മാത്രമായിട്ട് അത് തുറന്നു കൊടുക്കാൻ സാധിക്കില്ല എന്നാണ് ട്രംപിൻ്റെ ഇത് എത്രമാത്രത്തോളം ചൈനയെയാണ് പ്രതിരോധിക്കേണ്ടത്. അത് തന്നെയല്ല, ഗൾഫ് രാജ്യങ്ങൾ ഇറങ്ങുമോ ഇറാനെതിരെ എന്നുള്ളതൊക്കെ ഒരു വിഷയമാണ്. അപ്പോൾ ഒരു വലിയൊരു പുറമേ നിന്ന് നോക്കുമ്പോൾ ഇറാൻ്റെ പരിപാടി തീർന്നു എന്ന് പറഞ്ഞാൽ ഈ മിസൈലുകൾ അവിടെ ഒന്നില്ലെങ്കിൽ ഒരു ഇതുപോലെ ഒരു ഒത്തുതീർപ്പ് പോലെ ഇറങ്ങിപ്പോരാ. അതല്ലാന്നുണ്ടെങ്കിൽ അവിടെ പട്ടാളത്തിന് ഇറക്കണം. പട്ടാളത്തിന് ഇറക്കിക്കഴിഞ്ഞാൽ ഏത് രാജ്യത്തിൻ്റെ പട്ടാളമാണെങ്കിലും, ഇസ്രായേലാണെങ്കിലും അമേരിക്ക ആണെങ്കിലും എളുപ്പമല്ല. അവിടെ ഇറാനിൽ ചെന്ന് IRGC മുട്ടാനായിട്ട് ഇപ്പോൾ അവർ ഈ ഇറാനിയൻ സേന ഏകദേശം 90% അവർ മിസൈലുകൾ പൊക്കുന്നില്ല. മിസൈലുകളോ ഡ്രോണുകളോ അയച്ച് നശിപ്പിക്കാനായി തിരിച്ച് ഇങ്ങോട്ട് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ളതും കുറഞ്ഞിരിക്കുന്നു. അവരുടെ മിസൈൽ ഒരു മിസൈലുകൾ പുറമേക്ക് വിടുന്നത്. അതിൻ്റെ അർത്ഥം മിസൈലുകൾ തീർന്നു എന്നല്ല. മിസൈലുകളുടെ കവാടങ്ങൾ ചിലപ്പോൾ അടഞ്ഞു കാണും. തന്നെയല്ല, അവരത് കരുതിയിരിക്കുകയായിരിക്കും. അവർ നോക്കിയിരിക്കുന്നത് ബൂട്ട്സ് ഓൺ ഗ്രൗണ്ട്, അവിടെ പട്ടാളം ഇറങ്ങുന്നത് നോക്കിയിരിക്കുന്നത്. പിന്നെ ഇറാൻ ജനതയ്ക്കുള്ളിൽ ഭിന്നിപ്പുണ്ടാക്കണം. അത് എത്ര പരിധി വരെ? കാരണം കുർദുകളുണ്ട്, ബലൂക്കികളുണ്ട്, പിന്നെ അവിടെയുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളുണ്ട്. അവരെല്ലാവരും ഒത്തൊരുമിച്ച് അവർ ആയുധം എടുക്കുന്ന സ്ഥിതിയിലേക്ക് വരുമെന്ന് തോന്നില്ല. ഓൾറെഡി 50,000 ആൾക്കാരെ ഇറാൻ വ്യക്തമായിട്ട് അവിടെ ഇൻ്റർനെറ്റ് കട്ട് ചെയ്തിരിക്കുന്നു. അവിടെ 1% മുമ്പുണ്ടായിരുന്നതിൽ നിന്നും 1% മാത്രമാണ് ഇൻ്റർനെറ്റ് ഇപ്പോൾ ജനങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ അവിടെ നിന്നുള്ള വാർത്തകളൊന്നും പുറത്തു വരുന്നില്ല. ഒപ്പം തന്നെ ഇറാനിയൻ IRGC പറഞ്ഞിരിക്കുന്നത് പുറത്തിറങ്ങി സമരത്തിനിറങ്ങിയാൽ അവരെ ഇസ്രായേൽ സേനയ്ക്ക് തുല്യമായി കണക്കാക്കി വെടിവെച്ച് കൊല്ലുന്നതാണ്.
അപ്പോൾ ആ ഭയം മൂലം ജനങ്ങൾക്ക് അവിടെ ഒരു വിമത നീക്കത്തിനുള്ള സാധ്യത വളരെ കുറവാണ് ഇറാനിൽ ഇപ്പം നടക്കുന്നത്. ഇത് ഏതറ്റം വരെ പോകും, ട്രംപിന് പറഞ്ഞ മാതിരി 1 മാസം 2 മാസത്തിൽ ഇത് അടിച്ചിറങ്ങാൻ പറ്റും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു കാഴ്ചയായിട്ടാണ് നമുക്ക് ഇതുവരെയുള്ള കാര്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുക.